ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിസ്റ്റർ ലൂവിൻ്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട ഒഫീലിയ നേരെ വീട്ടിൽ പോയി സിയോട് പഴയകാലം ഓർമ്മ വന്നത് വിശദീകരിക്കുന്ന സീനിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസ് ഓൾറെഡി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങിയാലോ? താൻ തായ്ലൻഡിൽ പോയി ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയെന്നും രക്ഷിച്ചത് ലൂ ആണെന്നും പകരമായി സിയുടെ കമ്പനി കീ എടുത്തു കൊടുക്കാൻ സഹായിച്ചതുമെല്ലാം അവൾ സിയോട് പറയുന്നു. എന്നാൽ താൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഡ്യൂപ്ലിക്കേറ്റ് കീയാണ് താൻ അയാൾക്ക് കൊടുത്തത്. സിയെ ഇഷ്ടപ്പെട്ടത് അഭിനയമായിരുന്നില്ലെന്നൊക്കെ പറയുമ്പോഴും എല്ലാം ഒന്നിച്ചു കേട്ട സി ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നു. സ്റ്റെർലിംഗ് സിയുടെ കുട്ടിയാണ്. ബെല്ലയെ തായ്ലൻഡിൽ വെച്ച് ദത്തെടുത്തതാണ്. ഇതെല്ലാം കേട്ട സി അവിടുന്നും പോകുന്നു. സെലീന എന്നത് സിയുടെ മുന്നിൽ അഭിനയിക്കാൻ ലൂ നൽകിയ വ്യാജ പേരായിരുന്നു. സി പോയപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒഫീലിയയാണ് കാണിക്കുന്നത്. കുട്ടികൾ ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ നിൽപ്പുണ്ടായിരുന്നു. സത്യങ്ങളെല്ലാം തായ്ലൻഡിൽ വെച്ച് തന്നെ പറയാൻ ശ്രമിച്ചെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ അമ്നേഷ്യ വന്ന് സ്വയം ആരെന്ന് പോലും അറിയാതെ ജീവിക്കുകയായിരുന്നു ഒഫീലിയ ഇത്രയും നാൾ. പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് മദ്യപിക്കുകയാണ് സി. കുട്ടികളാകട്ടെ സത്യമറിഞ്ഞ വിഷമത്തിലും. ലൂ ആണെങ്കിൽ MK കമ്പനിയെ തകർക്കാനുള്ള പരിപാടിയിലാണ്. ഈ വിവരമറിഞ്ഞ കൊളിൻഷൻ സിയെ അറിയിക്കുന്നു. ക്ലെയറിനെ സംശയമുണ്ടെന്ന് സി അവനോട് പറയുന്നു. ഒഫീലിയയ്ക്ക് 7 വർഷം മുന്നേ നടന്ന ആക്സിഡൻറ്റ് അന്വേഷിക്കുകയാണ് സിയുടെ അടുത്ത ലക്ഷ്യം. സ്റ്റെർലിങ്ങിൻ്റെ ബർത്ത്ഡേ ആകാറായെന്ന വിവരം അമ്മയും സിയെ അറിയിക്കുന്നുണ്ട്. ബർത്ത്ഡേ ദിവസം സി വരില്ലെന്നാണ് ഒഫീലിയ കുട്ടികളോട് പറഞ്ഞതെങ്കിലും അയാൾ വന്നു. ബർത്ത്ഡേ ആഘോഷിച്ച് താൻ വീട് മാറാൻ പോവുകയാണെന്ന വിവരം ഒഫീലിയയോട് സി പറയുന്നു. വിഷമിച്ചുകൊണ്ട് കുട്ടികൾ വിളിക്കുമ്പോൾ അവൾ അകത്തോട്ടു പോകുന്നു. അവർ ഒന്നിക്കണമെന്ന ബർത്ത്ഡേ വിഷ് മാത്രമേ കുട്ടികൾക്കുള്ളൂ. തൻ്റെയും ഒഫീലിയയുടെയും വിവാഹ ചിത്രം വരയ്ക്കുന്ന തിരക്കിലാണ് മിസ്റ്റർ ലൂ വീണ്ടും. ലിയോൺസിയുടെ ബിസിനസ് തകർക്കാൻ താൻ ഒപ്പിച്ച പണിയൊന്നും ഏറ്റില്ലെന്നറിയുമ്പോൾ ചിത്രത്തിലെ ഒഫീലിയയുടെ മുഖത്ത് അയാൾ കുത്തി വരയ്ക്കുന്നു. നീയാണ് എൻ്റെ വധുവെന്നും പറയുന്നു. ഇതേ സമയം കുട്ടികളെ മാസ്റ്റർ മോൻ്റെ അടുത്താക്കി ബിസിനസ് ട്രിപ്പിനായി കാറിൽ കയറിയ ഒഫീലിയയെ മിസ്റ്റർ ലൂ തട്ടിക്കൊണ്ടുപോകുന്നു. സെലീനയ്ക്കുണ്ടായ ആക്സിഡൻറ്റും കീ മോഷ്ടിച്ചതുമെല്ലാം ക്ലെയർ ആണെന്ന് കോളിൻ വഴി സി അറിയുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നറിഞ്ഞ് ക്ലെയർ പൊട്ടിക്കരയുന്നു. സത്യങ്ങളെല്ലാം തെളിഞ്ഞ സ്ഥിതിക്ക് ഒഫീലിയയെ വിളിക്കണോ വേണ്ടയോ എന്ന ചിന്തയിലാണ് സി. കോളിൻ വന്നപ്പോൾ അയാൾ ഫോൺ വഴി ഒഫീലിയയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സിക്കും കിട്ടിയില്ല. ഇതിൽ അപകടം മണത്ത സി അമ്മയെ വിളിക്കുമ്പോൾ കുട്ടികൾ മാത്രമേ അവരോടൊപ്പം ഉള്ളൂവെന്നറിയുന്നു. വിവാഹ വസ്ത്രം അണിയിച്ച് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ് ലൂ ഒഫീലിയയ്ക്ക്. ബോധം വന്നപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ അയാളെ തട്ടിമാറ്റുന്നു. കുറേയേറെ കഴിഞ്ഞപ്പോൾ സി ഹെലികോപ്റ്ററിൽ രക്ഷിക്കാൻ വരുന്നത് കണ്ട ഒഫീലിയ അവൻ്റെ അടുത്തു നിന്നും ഓടുന്നു. സിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ലൂ അവളെ ഷൂട്ട് ചെയ്യുന്നു. ലിയോൺ സി കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. പോലീസ് വന്ന് ലൂനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യുന്നു. 3 മാസങ്ങൾക്ക് ശേഷം മമ്മി ഉണർന്നെന്ന് കുട്ടികൾ പറഞ്ഞത് കേട്ട ലിയോൺ സിയോട് ചെന്ന് ഒഫീലിയയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും സിയുടെ അമ്മയും വരുന്നു. തനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഒഫീലിയ പറയുമ്പോൾ ഒരു വലിയ സദ്യ തന്നെ ഒരുക്കി തരാമെന്ന് അവർ പറയുന്നു. പിന്നീട് അവർ ഒന്നിച്ച് സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിയുന്ന സീനിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഭയങ്കര ഷോർട്ട് ആൻഡ് ലവ്ലി ഡ്രാമ ആയിരുന്നല്ലേ ഇത്? ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു ഡ്രാമ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.